ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റീസ്, അതുമല്ല നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ചട്നി പൗഡർ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കാനും ഹെൽത്തി ആയിരിക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ചട്നി പൗഡർ കൂടിയാണിത്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ ഇതുപോലെ നല്ലൊരു ഹെൽത്തിയായ ചട്നി പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. 3 നേരവും നിങ്ങൾക്ക് ഈ ഒരു ചട്നി പൗഡർ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സമയം കളയാതെ തന്നെ ഈ ഒരു ഹെൽത്തി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഫ്ലാക്സ് സീഡ് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഹൈ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള എല്ലാവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്സ്. കൂടാതെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും BP കുറയ്ക്കാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുമൊക്കെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാം. ക്യാൻസർ, സന്ധിവാതം, ഓസ്റ്റിയോപോറോസിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നിവ കുറയ്ക്കാനൊക്കെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഫൈബർ, പ്രോട്ടീൻ, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, ലിഗ്നാൻ തുടങ്ങിയ ഒട്ടുമിക്ക പോഷകങ്ങളും ധാതുക്കളും ഇവയിലുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ലിഗ്നാൻസ് ഉയർന്ന അളവിലുള്ള ഈസ്ട്രജനെ ചെറുക്കാനും ഹോർമോൺ ഉൽപാദനം സന്തുലിതമായി നിലനിർത്താനുമൊക്കെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഫ്ലാക്സ് സീഡ് ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാം. അതുവരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഫ്ലാക്സ് സീഡൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്, കണ്ടോ? ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത ഈ ഫ്ലാക്സ് സീഡ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കുക. അതാണ് ഉഴുന്ന് പരിപ്പ്. പാൻ ഓൾറെഡി ചൂടാണ്. ഇതിലേക്ക് 3 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഉഴുന്ന് പരിപ്പിന് ചെറിയൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങും. ചെറിയ ബ്രൗൺ കളർ വരാൻ തുടങ്ങും. ആ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിയാതെ നോക്കണം. ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉഴുന്ന് പരിപ്പും നേരത്തെ ഫ്ലാക്സ് സീഡ് ഇട്ട് വെച്ച് സെയിം പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്ലാക്സ് സീഡും ഉഴുന്ന് പരിപ്പും രണ്ടും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. സെയിം പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ ഇട്ട് കൊടുക്കുക. 1-2 സെക്കൻഡ് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ റോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ. 2-3 സെക്കൻഡ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അല്പനേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ റോസ്റ്റ് ചെയ്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലാക്സ് സീഡ് ഉഴുന്ന് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. ആവശ്യത്തിനനുസരിച്ച് പിങ്ക് സാൾട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര. 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കരയായാലും മതി ചേർത്ത് കൊടുക്കുക. അല്പം പുളി ചേർത്ത് കൊടുക്കുക. അവസാനമായി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത്. ഞാനിവിടെ ഫ്ലാക്സ് സീഡ് ചട്നി പൗഡർ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഈ ചട്നി പൗഡർ എയർ ടൈറ്റായ നല്ലൊരു ഗ്ലാസ് ജാറിലിട്ട് വെക്കണം. ഒരാഴ്ചത്തേക്കാണ് ഞാൻ ഈ ചട്നി പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് എടുത്തുപയോഗിക്കാം. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇഡ്ഡലി, ദോശ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഈ ചമ്മന്തിപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾ സ്മൂത്തിയുടെ കൂടെ ചേർത്ത് കഴിക്കാം, കറികളിൽ ചേർക്കാം. അങ്ങനെ പല രീതിയിലും ഈ ഒരു ചട്നി പൗഡർ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, അതിലുപരി ഹെൽത്തിയുമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 3 നേരവും ഈ ചട്നി പൗഡർ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ വീതം എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഹെൽത്തി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് നല്ലൊരു ചട്നി പൗഡർ തയ്യാറാക്കി എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുക. ഒട്ടുമിക്ക അസുഖങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ് കൂടിയാണിത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റോ റെസിപ്പിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്